ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിൻവേഴ്സ് ക്ലാസ്സസ്. അപ്പോൾ എല്ലാവരും ഫിൻ ടെസ്റ്റൊക്കെ എഴുതി ഇരിക്കുന്നൊരു ഇതിലായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിൻ ടെസ്റ്റിന് ചോദിച്ച അതായത് ഇതിൻ്റെ ഒരു ആൻസർ കീയാണ്, എക്സാമിൻ്റെ ഒരു ആൻസർ കീ. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ബോട്ടണിയിൽ 30 മാർക്ക്, സുവോളജിയിൽ 30 മാർക്ക്, അങ്ങനെ നമ്മൾ എക്സാമൊക്കെ നിങ്ങൾ എഴുതി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതിൻ്റെ ഒരു ആൻസർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നോക്കുക, ഫസ്റ്റ് നമ്മൾ പറയണത് ആൻസർ എനി 3 questions ഫ്രം 1 to 4, ഈച്ച് ക്യാരീസ് 1 score. അതായത് ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതി. ഏതാണോ ശരി, ഇനിയിപ്പോൾ 4 അറ്റൻഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ 4 അറ്റൻഡ് ചെയ്ത് 3 ശരിയാണോ, 1 തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, 3 മാർക്ക് കിട്ടും. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ രൂപത്തിലാണ്. അപ്പോൾ നോക്കുക, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബോട്ടണിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 2 colors in colonies produced in selection of recombinants using the gene coding for the enzyme beta galactosidase. ഓക്കെ, ഈ സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടാക്കുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും തമ്മിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിച്ചതാ. അപ്പോൾ അതിന് ആ കോളനീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 കളേഴ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ പഠിച്ചൊരു സംഭവമാണ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ എന്ന് പറയും. ബീറ്റാ ഗാലക്ടോസിഡേസിനെ കോഡ് ചെയ്യുന്ന ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഉണ്ട്, ലാക്ടോസ് ജീൻ എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 കളേഴ്സ് ഏതൊക്കെയാണ്? 2 കളേഴ്സ്? ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അതായത് അത്തരം സെലക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്? ബ്ലൂ വൈറ്റ് സെലക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കളേഴ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ടു പ്രൊഡ്യൂസ് BT കോൺ വിച്ച് ടൈപ്പ് ഓഫ് ക്രൈജീൻ ക്യാൻ ബി യൂസ്ഡ്? നമുക്കറിയാലോ BT കോൺ. ഓക്കെ, അതായത് ബീറ്റിൻ്റെ ജീൻ എടുത്തിട്ട് കോട്ടൺ ചെടിയിലേക്ക് കൊടുത്താൽ അതാണ് BT കോട്ടൺ. ഓക്കെ, ബീറ്റിൻ്റെ ജീൻ എടുത്തിട്ട് കോൺ ചെടിയിലേക്ക് കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? BT കോൺ. അപ്പോൾ BT കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ക്രൈജീനാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാലോ ക്രൈജീൻ പല ടൈപ്പ് ഉണ്ട്. Cry1AC ഉണ്ട്, Cry2AB ഉണ്ട്, Cry1AB ഉണ്ട്. ഓക്കെ, അതിൽ BT കോൺ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ച ജീൻ ഏതാണ്? Cry1AB ആണ് കേട്ടോ. ഏതാണ് ജീൻ? ക്രൈജീൻ്റെ ഏത് ടൈപ്പാണ് BT കോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? Cry1AB ആണ്. ഓക്കെ അല്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെപ്പറേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ് ബൈ ചിൽഡ് എത്തനോൾ. ഈ സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ബയോടെക് 1 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്യാൻ ബി ടേക്കൺ ഔട്ട് ബൈ. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചത് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലിൽ നമ്മുടെ ചിൽഡ് എത്തനോൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും. ആ ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ DNA ഫ്രാഗ്മെൻറ്റ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, ഏത് മെത്തേഡാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക? ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പൂളിംഗ്. പറയും മക്കളെ, എന്താ വിളിക്കുക? സ്പൂളിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് സ്പൂളിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, എംഫിസിമ ക്യാൻ ബി ട്രീറ്റഡ് ബൈ എ ബയോളജിക്കൽ പ്രൊഡക്റ്റ് കോൾഡ്. ഇത് ബയോടെക് 2 ക്വസ്റ്റ്യനാണ്. ഓക്കെ, എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ, എംഫിസിമ എന്ന് പറയുന്ന അസുഖമുണ്ട്. സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ അത്തരം ആൽവിയോളൈൻ്റെ വാളൊക്കെ ഡാമേജ് ആയി പോവുക. നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ജീനിക് അനിമൽസിൽ നമ്മൾ പഠിച്ചൊരു ഒരു പോയിന്റാണ് എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത്. ഓക്കെ, എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഏത്? α1 ആൻറ്റിട്രിപ്സിൻ. പറയാം മക്കളെ, എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ പ്രൊഡക്റ്റ് ഏതാ? α1 ആൻറ്റിട്രിപ്സിൻ. ഓക്കെ അല്ലേ? അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് 5ാമത്തെ ക്വസ്റ്റ്യൻ. അത് മുതൽ ഇനി 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി 9 questions ഫ്രം 5 to 14, ഈച്ച് ക്യാരീസ് 2 scores. നോക്കിക്കോളി. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൺ ഓഫ് ദി സ്പീക്കർ ഇൻ ദ നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് ഡെലിവേർഡ് എ ടോക്ക് അബൌട്ട് ട്രാൻസ്ജീനിക് അനിമൽസ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. ജീനുകളിൽ മാറ്റം വരുത്തിയ അനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്ജീനിക് അനിമൽസ്. എക്സ്പ്ലോർ എനി 2 benefits ഓഫ് ട്രാൻസ്ജീനിക് അനിമൽസ്. നമ്മൾ പഠിച്ചതാ. യൂസസ് ഓഫ് ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാ. ഓക്കെ, 5 പോയിന്റ് നമുക്ക് പഠിക്കാണ്ട് ട്രാൻസ്ജീനിക് അനിമൽസിന്. ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതിയാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ്? ടു സ്റ്റഡി
regulation of genes on normal physiology and development. ഓക്കെ, ഒന്നാമത്തെ യൂസ് ആണെന്ത്? ടു സ്റ്റഡി റെഗുലേഷൻ ഓഫ് ജീൻസ് ഓൺ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ യൂസ് നമ്മൾ പഠിച്ചതാ ടു സ്റ്റഡി അബൌട്ട് ഡിസീസസ്. ചില ഡിസീസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് മോഡലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ജീനിക് അനിമൽസിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ യൂസ് നമ്മൾ പഠിച്ചതാ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ നാലാമത്തെ യൂസാണ് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഓക്കെ, വാക്സിൻസ് സേഫ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അഞ്ചാമത്തെ യൂസാണെന്ത്? കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. കെമിക്കൽസ് ഒക്കെ സെൻസിറ്റീവ് ആണോ അഥവാ എന്താ പറയുക സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 യൂസസ് ഉണ്ട് ട്രാൻസ്ജീനിക് അനിമൽസിന്. ഏതെങ്കിലുമൊക്കെ 2 യൂസ് ചെയ്താൽ എന്ത് ചെയ്യും? മാർക്ക് കിട്ടും, 2 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നോക്കിക്കോളൂ. സോഫി, ഒരു പെൺകുട്ടീൻ്റെ പേരാ. സോഫി വാസ് ബോൺ വിത്ത് എ ജനറ്റിക് ഡിസോർഡർ ADA ഡെഫിഷ്യൻസി. ഓക്കെ, സോഫി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ADA ഡെഫിഷ്യൻസിയുമായിട്ട് എന്ത് ചെയ്തു? വന്നു. ഓക്കെ, അതായത് ആ കുട്ടി അങ്ങനെയാണ് ജനിച്ചത്. നമുക്കറിയാലോ ADA ഡെഫിഷ്യൻസി ഒരു ജനറ്റിക് ഡിസോർഡറാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖം. വാട്ട് ഈസ് ADA ഡെഫിഷ്യൻസി? എന്താണ് ADA ഡെഫിഷ്യൻസി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ADA ഡെഫിഷ്യൻസി? ADAൻ്റെ ഫുൾ ഫോം എന്താ? അഡിനോസിൻ ഡീഅമിനേസ്. ഓക്കെ, അതാണ് ADA ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു എൻസൈമാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡിലീഷൻ ഓഫ് ജീൻ ഫോർ ADA എൻസൈം. ADA എന്ന് പറയുന്ന എൻസൈമിൻ്റെ ജീന് ഡിലീറ്റ് ആയി പോകുന്നത്, അഥവാ ഡിലീറ്റ് ആയി പോകുക പറഞ്ഞാൽ ഡിലീഷൻ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? ADA ഡെഫിഷ്യൻസി വരുന്നത്. ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ADA ഡെഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസീസ് ഇൻ വിച്ച് immune system of patients becomes weak. അത്തരം പേഷ്യൻസിൻ്റെ ഇമ്മ്യൂണിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നമുക്കറിയണ കാര്യമാണ്. അടുത്ത ചോദിക്കുക, ക്യാൻ യു സജസ്റ്റ് മെത്തേഡ് ടു ട്രീറ്റ് ദിസ് ADA ഡെഫിഷ്യൻസി? ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ പഠിച്ചതാണല്ലോ ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ. നോക്കുക കേട്ടോ, ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ നമ്മൾ മെത്തേഡ് പഠിച്ചതാ. ഒന്നാമത്തെ മെത്തേഡാണെന്ത്? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഓക്കെ, കാരണം ലിംഫോസൈറ്റ് വരുന്നത് ബോൺ മാരോ എന്നാണ്. ഓക്കെ, രണ്ടാമത്തത് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡാണെന്ത്? ജീൻ തെറാപ്പി. ഓക്കെ, ജീൻ തെറാപ്പി എങ്ങനെ ചെയ്യാമെന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്തേ ചോദിക്കുന്നുള്ളൂ? ക്യാൻ യു സജസ്റ്റ് മെത്തേഡ് ടു ട്രീറ്റ് ദിസ് ADA ഡെഫിഷ്യൻസി? ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 3 മെത്തേഡ് നമ്മൾ നോട്ടിൽ എഴുതിയതാണ്. ഒന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, പിന്നെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്, പിന്നെയോ ജീൻ തെറാപ്പിയാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കോളൂ. അടുത്ത പറയാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ മെനി വേസ്. ഗിവ് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് സച്ച് പ്ലാന്റ്സ്. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് അഥവാ GMO. ഓക്കെ, GMOൻ്റെ യൂസസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചത് അഡ്വാൻറ്റേജസ് ഓഫ് GMO ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഒരു 5-6 യൂസ് നമ്മൾ പഠിച്ചതാ. ഏതൊക്കെയാണ് യൂസസ്? ഒന്നാമത്തത് ഇൻക്രീസ്ഡ് ടോളറൻസ് ഓൺ അബയോട്ടിക് സ്ട്രെസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അബയോട്ടിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, കോൾഡ്, ഡ്രോട്ട് പോലത്തെ പ്രോബ്ലംസിനെതിരെയൊക്കെ ഒരു GMO പ്ലാന്റ് എന്തായിരിക്കും? ടോളറൻസ് കൂടും, അതിൻ്റെ സഹിക്കാനുള്ള ശേഷി കൂടും. ഓക്കെ, പിന്നെ അടുത്തതോ
രണ്ടാമത്തതാണെന്ത്? റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം എന്ത് ചെയ്യാൻ പറ്റും? പെസ്റ്റിസൈഡുകൾ ഡിപ്പെൻഡ് ചെയ്യണത് കുറക്കാൻ പറ്റും. റിലയൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ്. ഓക്കെ. പിന്നെ മൂന്നാമത്തത് റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. ഓക്കെ. നാലാമത്തത് increased efficiency of mineral usage by plants. പ്ലാന്റ്സ് എഫിഷ്യൻ്റ് ആയിട്ട് മിനറൽസിന് എന്ത് ചെയ്യും? ഉപയോഗിക്കും. ഓക്കെ. പിന്നെ അഞ്ചാമത്തതോ ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. ഫുഡിൻ്റെ എന്ത് കൂടും? ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ പറ്റും. ഓക്കെ. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണെന്ത്? ഗോൾഡൻ റൈസിനെ കുറിച്ചൊക്കെ. ഗോൾഡൻ റൈസ് ഒരു വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാ. ഓക്കെ. അപ്പോൾ ഇതാണ് 5 അഡ്വാൻറ്റേജസ് ഓഫ് GMO. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും 4 അഡ്വാൻറ്റേജ് ചെയ്താണ്. ഇതിൽ ഏതെങ്കിലും 4 അഡ്വാൻറ്റേജ് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. നമ്മൾ പഠിച്ചതാണ്. ലോകത്ത് ആദ്യമായിട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഉണ്ടാക്കിയത് 1983 എലി ലില്ലി എന്ന് പറയുന്ന കമ്പനി. ഓൽ എങ്ങനെയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഉണ്ടാക്കിയത്? ഓക്കെ. നിങ്ങൾക്ക് വാക്കുകളിൽ വേണമെങ്കിൽ എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതാം. എന്തായിരിക്കും എലി ലില്ലി കമ്പനി ചെയ്തിട്ടുണ്ടാവുക? ഒരു ജീൻ എനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. നമുക്കറിയാലോ ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനിൽ എന്തുണ്ട്? 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. ഒന്ന് എ പോളിപെപ്റ്റൈഡ് ആണ്, രണ്ടാമത്തത് ബി പോളിപെപ്റ്റൈഡ് ആണ്. ഓക്കെ. അപ്പോൾ എ പോളിപെപ്റ്റൈഡിന് ഉണ്ടാക്കാൻ ഒരു ജീൻ ഉണ്ട്, അതാണ് ജീൻ എ. ബി പോളിപെപ്റ്റൈഡിന് ഉണ്ടാക്കാൻ വേറൊരു ജീൻ ഉണ്ട്, അതാണെന്ത്? ജീൻ ബി. ഓക്കെ. അപ്പോൾ ജീൻ എ ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? ക്ലോൺഡ് വിത്ത് എ പ്ലാസ്മിഡ് ഓഫ് ഈക്കോളൈ. ഈക്കോളൈൻ്റെ ഒരു പ്ലാസ്മിഡുമായി എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അതേപോലെ ജീൻ ബി ഐസൊലേറ്റ് ചെയ്തെടുത്തു. അതും എന്താ ചെയ്തത്? ക്ലോൺഡ് വിത്ത് എ പ്ലാസ്മിഡ് ഓഫ് ഈക്കോളൈ. അതും ഈക്കോളൈൻ്റെ ഒരു പ്ലാസ്മിഡുമായിട്ട് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഓക്കെ. എന്നിട്ട് ജീൻ എ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബയോറിയാക്ടറിൽ കൊണ്ടുപോയിട്ടു. അതായത് അതിൻ്റെ കുറേ മൾട്ടിപ്ലിസ്. ഓക്കെ. ജീൻ ബീനെയും എന്ത് ചെയ്തു? ഒരു ബയോറിയാക്ടറിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ. അങ്ങനെ 2 ബയോറിയാക്ടർ കിട്ടി. ഇതാ ഒരു ബയോറിയാക്ടർ ഇങ്ങനെ ഉണ്ട്, മറ്റേ ബയോറിയാക്ടർ ഇങ്ങനെ ഉണ്ട്. ഓക്കെ. ഒന്നാമത്തെ ബയോറിയാക്ടറിൽ ഫുള്ള് കിട്ടിയത് എന്തായിരുന്നു? എ പോളിപെപ്റ്റൈഡ് ആയിരുന്നു. എ പോളിപെപ്റ്റൈഡ്. രണ്ടാമത്തെ ബയോറിയാക്ടറിൽ ഫുള്ള് കിട്ടിയത് എന്തായിരുന്നു? ബി പോളിപെപ്റ്റൈഡും ആയിരുന്നു. ഒന്നാമത്തെ ബയോറിയാക്ടറിൽ ഫുള്ള് എ പോളിപെപ്റ്റൈഡും രണ്ടാമത്തെ ബയോറിയാക്ടറിൽ ഫുള്ള് ബി പോളിപെപ്റ്റൈഡും. ഓക്കെ. അങ്ങനെ ഈ 2 പോളിപെപ്റ്റൈഡുകളും കൂട്ടിച്ചേർത്തിട്ട് എന്താ ചെയ്തത്? എ പോളിപെപ്റ്റൈഡ് ആൻഡ് ബി പോളിപെപ്റ്റൈഡ് were joined together by disulfide bonds. ഓക്കെ. എല്ലാത്തിനും 2 സൾഫർ ബോണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഇങ്ങനെയാണ് എലി ലില്ലി കമ്പനി ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാലും മതി. പോയിന്റുകളാക്കി എഴുതിയാലും മതി. എങ്ങനെ എഴുതിയാലും പ്രശ്നമല്ല. ഈ ഒരു കണ്ടന്റ് അതിലുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലാന്റ് ആൻഡ് ടോട്ടിപൊട്ടൻസി ആർ 2 terms related to tissue culture. Explain the 2 terms. ഓക്കെ. എക്സ്പ്ലാന്റും ടോട്ടിപൊട്ടൻസി ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട 2 terms ആണ്. ഓക്കെ. എന്തൊക്കെയാണ് 2 terms എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കറിയാലോ. എന്താ എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ മൊത്തം പ്ലാന്റിനെ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ട് സ്റ്റെറൈൽ കണ്ടീഷനിലൊക്കെ വളർത്തിയിട്ട്. അപ്പോൾ എന്താണ് എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. എന്താ എക്സ്പ്ലാന്റ്? ദ പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഫോർ ടിഷ്യൂ കൾച്ചർ. ഓക്കെ. ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പ്ലാന്റ്. ഓക്കെ. അടുത്തത് എന്താണ് ടോട്ടിപൊട്ടൻസി?
ടോട്ടിപൊട്ടൻസി. പൊട്ടൻസി എന്നൊക്കെ പറഞ്ഞാൽ എബിലിറ്റി എന്നുള്ള അർത്ഥം. ഓക്കെ, എന്താണ് ടോട്ടിപൊട്ടൻസി? ദ കപ്പാസിറ്റി ഓഫ് എ the capacity to produce a whole plant from any cell or explant. ഒരു എക്സ്പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരൊറ്റ സെല്ലിൽ നിന്നോ ഒരു ടോട്ടൽ പ്ലാന്റിന് ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടിപൊട്ടൻസി. പറയും മക്കളെ, എന്താ വിളിക്കുക? ടോട്ടിപൊട്ടൻസി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. എക്സ്പ്ലാന്റ് എന്താ, ടോട്ടിപൊട്ടൻസി എന്താണെന്ന് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ നെമറ്റോഡ് ഇൻഫെക്ട്സ്. നെമറ്റോഡ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചതാ. നെമറ്റോഡ് റെസിസ്റ്റൻസ് ഇൻ ടൊബാക്കോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എ നെമറ്റോഡ് ഇൻഫെക്ട്സ് ദ റൂട്ട്സ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്സ് ആൻഡ് കോസസ് എ ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ yield. ഓക്കെ, എ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ നെമറ്റോഡ്. എന്താണ് നെമറ്റോഡിൻ്റെ പേര്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നെമറ്റോഡിൻ്റെ പേരൊക്കെ നമ്മൾ കുറേ പറഞ്ഞു പഠിച്ചതാ. എന്താ നെമറ്റോഡിൻ്റെ പേര്? മെലോയിഡ്ഗൈൻ ഇൻകോഗ്നീഷ്യ. പറയും മക്കളെ, എന്താ നെമറ്റോഡിൻ്റെ പേര്? മെലോയിഡ്ഗൈൻ ഇൻകോഗ്നീഷ്യ. ഓക്കെ, നെമറ്റോഡിൻ്റെ പേരെന്താ? മെലോയിഡ്ഗൈൻ ഇൻകോഗ്നീഷ്യ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ സ്ട്രാറ്റജി ഡെവലപ്ഡ് ത്രൂ ബയോടെക്നോളജി ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ ഓഫ് നെമറ്റോഡ്. നെമറ്റോഡിന് ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്ത സ്ട്രാറ്റജി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് സ്ട്രാറ്റജി? നമുക്കറിയാലോ, RNA ഇൻ്റർഫറൻസ്. പറയാം മക്കളെ, ആ സ്ട്രാറ്റജി ഏതാ? RNA ഇൻ്റർഫറൻസ് അഥവാ RNAi എന്ന് നമ്മൾ വിളിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ജീൻ സൈലൻസിങ്. പറയാം മക്കളെ, എന്താ വിളിക്കുക? ജീൻ സൈലൻസിങ് എന്നും വിളിക്കും. RNA ഇൻ്റർഫറൻസ് ഓർ ജീൻ സൈലൻസിങ് എന്ന് വിളിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം എഴുതിയാൽ മതി. നോക്കി, നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എനിക്ക് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് ചെയ്യും? 2 മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് BT ഇൻഡിക്കേറ്റ്സ് ഇൻ BT കോട്ടൺ? ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 11ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് BT കോട്ടണിൽ BT എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ഓക്കെ, BT എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൻ്റെ പേരല്ലേ? BT എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി എന്നൊന്നും എഴുതിട്ടോ, മണ്ട കിട്ടും. നോക്കിക്കോളി, BT എന്ന് പറഞ്ഞാൽ എന്താ? ബെസില്ലസ് തുറിഞ്ചെൻസിസ്. ബാക്ടീരിയൻ്റെ പേരാണെന്ത്? ബെസില്ലസ് തുറിഞ്ചെൻസിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 types ഓഫ് ഓർഗാനിസംസ് BT ക്യാൻ അറ്റാക്ക്. BTക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഇല്ലേ? ഒന്നാണെന്ത്? കോളിയോപ്ടെറൻസ്. ഓക്കെ, കോളിയോപ്ടെറൻസ് ഉണ്ട്. രണ്ടാമത്തതോ ലെപ്പിഡോപ്ടെറൻസ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തതോ ഡിപ്റ്ററൻസ് ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചതാ. BTക്ക് എല്ലാവരും ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. BTക്ക് ചില ഓർഗാനിസംസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാടെ. ഓക്കെ, കോളിയോപ്ടെറൻസിന് എക്സാമ്പിൾ ആണെന്ത്? ബീറ്റിൽസ് ഒക്കെ. ഓക്കെ, ലെപ്പിഡോപ്ടെറൻസിന് എക്സാമ്പിൾ ആണെന്ത്? ടൊബാക്കോ ബഡ്വേം അല്ലെങ്കിൽ ആർമി വേം. ഓക്കെ, പിന്നെ ഡിപ്റ്ററൻസിന് എക്സാമ്പിൾ ആണെന്ത്? ഫ്ലൈസ്, മോസ്കിറ്റോസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഈ ടേംസ് എഴുതണം. കോളിയോപ്ടെറൻസ്, ലെപ്പിഡോപ്ടെറൻസ്, ഡിപ്റ്ററൻസ് എഴുതണം. അല്ലെങ്കിൽ ബീറ്റിൽസ്, ടൊബാക്കോ ബഡ്വേം, ആർമി വേം, ഫ്ലൈസ്, മോസ്കിറ്റോസ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഏതാണ് വിചാരിച്ചോളൂ. കോട്ടൺ ബോൾവേം, അത് വേറെ സംഭവമാണ്. നമ്മൾ BT കോട്ടൺ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അല്ലെങ്കിൽ കോൺ ബോറർ ഇതാണ് വിചാരിച്ചോളൂ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു 2-3 ഓർഗാനിസംസിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ മാർക്ക് കിട്ടും. ഓക്കെ, അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 types ഓഫ് ഓർഗാനിസംസ് BT ക്യാൻ അറ്റാക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് GESC. ഓക്കെ, നമുക്കറിയാലോ എന്താ GESൻ്റെ ഫുൾ ഫോം എടാ? പറയും. GESൻ്റെ ഫുൾ ഫോം നമുക്കറിയാലോ. എന്താ GESൻ്റെ ഫുൾ ഫോം? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. പറയടാ, എന്താ GESൻ്റെ ഫുൾ ഫോം എന്താ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. GESൻ്റെ ഫുൾ ഫോം എന്താ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അടുത്തത്, മെൻഷൻ ഇറ്റ്സ് എയിം. ഓക്കെ, അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിൻ്റെ എയിം എന്താണെന്നുള്ളത്. GESൻ്റെ എയിം എന്താ? ഓക്കെ, നമുക്കറിയാലോ, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് മേക്ക് എന്താ ചെയ്യുക? വിച്ച് മേക്ക് ഡിസിഷൻസ് അബൌട്ട്
decisions about the validity of GM research and the safety of GM organisms for public services. ഓക്കെ, അതായത് GEAC എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് എന്ത് ചെയ്യുക, ഈ GM റിസർച്ച്, ജനറ്റിക് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട റിസർച്ചുകളും അതേപോലെ തന്നെ ജനറ്റിക് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഓർഗാനിസങ്ങളൊക്കെ പബ്ലിക് സർവീസസിന് യൂസ് ചെയ്യുന്നതിന് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസർച്ച്, അതായത് ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് റിസർച്ച് നടത്താനും ട്രാൻസ്ജീനിക് അനിമൽസിന് ഉപയോഗിക്കാമെന്നൊക്കെ അനുമതി തരുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ത്, GEAC അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഓഫ് എ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ഫ്രം ദ ബാക്ടീരിയം തെർമസ് അക്വാട്ടിക്കസ്. കേട്ടിട്ടുണ്ടോ? ഇത് ബയോടെക് വണ്ണത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, തെർമസ് അക്വാട്ടിക്കസിന് ഉപയോഗിച്ചു. മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു ജനറേറ്റ് ബില്യൺ കോപ്പീസ് ഓഫ് DNA ഇൻ എ വെരി ഷോർട്ട് ടൈം യൂസിങ് എ പ്രോസസ്. നമുക്കറിയാലോ, തെർമോസ്റ്റേബിൾ എൻസൈം ആയിട്ടുള്ള തെർമസ് അക്വാട്ടിക്കസിൽ നിന്ന് കിട്ടിയ സംഭവങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ബില്യൺ കോപ്പീസ് ഓഫ് DNA പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. നെയിം ദ പ്രോസസ്. ഓക്കെ, പറടാ, ഏതാണ് ആ പ്രോസസ്സ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? PCR അല്ലേ ആ പ്രോസസ്സ്? ഓക്കെ, ടാക്ക് പോളിമറൈസ് ഒക്കെ ഉപയോഗിക്കും. ടാക്ക് പോളിമറൈസ് കിട്ടുന്നത് എവിടുന്ന? തെർമസ് അക്വാട്ടിക്കസ് എന്നാ. എന്താ PCR-ന്റെ ഫുൾ ഫോം? PCR-ന്റെ ഫുൾ ഫോം ആണ് മക്കളെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, PCR-ന്റെ ഫുൾ ഫോം എന്താ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, രണ്ടാമത്തത് നെയിം ദ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. ഓക്കെ, ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പാണെന്ത്? ഡീനാച്ചുറേഷൻ. PCR-ത്തെ 3 സ്റ്റെപ്പ് എല്ലാവർക്കും അറിയണല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താടാ? അനീലിംഗ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പാണെന്ത്? എക്സ്റ്റെൻഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? എക്സ്റ്റെൻഷൻ. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ട്. ഡീനാച്ചുറേഷൻ ഉണ്ട്, അനീലിംഗ് ഉണ്ട്, എക്സ്റ്റെൻഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്, മാച്ച് ദ കോളംസ്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ്. നിങ്ങൾ പറയൂ, ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ? ഓക്കെ, അത് ഇതിനെ മാച്ച് ആവുക. ക്ലോണിംഗ് വെക്ടർ, എത്തിഡിയം ബ്രോമൈഡ്, മോളിക്കുലാർ ഡയഗ്നോസിസ്, EcoR1. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ സ്റ്റെയിൻ ആണെന്ത്? എത്തിഡിയം ബ്രോമൈഡ്. അപ്പോൾ അതങ്ങനെ മാച്ച് ആയിക്കോളും. ഓക്കെ, രണ്ടാമത്തത് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ഏതാ? ക്ലോണിംഗ് വെക്ടർ ആണോ, മോളിക്കുലാർ ഡയഗ്നോസിസ് ആണോ, EcoR1 ആണോ? ഓക്കെ, നമുക്കറിയാലോ, നമ്മൾ ബയോടെക് 2-ൽ പഠിക്കുന്ന ഒരു സംഭവമാണ്. മോളിക്കുലാർ ഡയഗ്നോസിസ് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? PCR ഉപയോഗിക്കാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് 3 ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, PCR ഉണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി ഉണ്ട്, ELISA ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ക്ലോണിംഗ് വെക്ടർ ആണോ, EcoR1 ആണോ? നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം. PBr322 എന്ന് പറഞ്ഞ ഒരു ക്ലോണിംഗ് വെക്ടറാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്തായിരിക്കും? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് EcoR1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ PBr322 എന്തായിരിക്കും? PBr322 ഒരു ക്ലോണിംഗ് വെക്ടറാണ്. PBr322 എന്താടാ? ക്ലോണിംഗ് വെക്ടറാണ്. ഓക്കെ അല്ലേ? 14ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 18. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ഡയഗ്രാം ഷോസ് എ ടെക്നിക്. ഓക്കെ, യൂസ്ഡ് ഇൻ RDNA ടെക്നോളജി. RDNA ടെക്നോളജിയിൽ ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടെക്നിക്കാണ് കേട്ടോ ഇത്. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോസസ്. ഓക്കെ, നമുക്കറിയാലോ ഇത് ഏതാ പ്രോസസ്സ്? ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. അഗറോസ് ജെൽ അല്ലേ നമ്മൾ ഈ വരച്ചിരിക്കണതൊക്കെ? ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കും. ഓക്കെ, രണ്ടാമത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്നിക് ഇൻ RDNA ടെക്നോളജി? എന്താണ് RDNA ടെക്നോളജിയിൽ ഈ പറയുന്ന ടെക്നിക്കിൻ്റെ പർപ്പസ് എന്താ? ഓക്കെ, അത് നമുക്ക് അറിയണല്ലേ? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത DNA കാണണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. അതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക് ഫോർ വിഷ്വലൈസിങ് DNA അണ്ടർ UV ലൈറ്റ്. ഏത് സ്റ്റെയിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏത് സ്റ്റെയിനാണ് ഉപയോഗിക്കുക? എത്തിഡിയം ബ്രോമൈഡ് ആണ് ഉപയോഗിക്കുക. ഏത് സ്റ്റെയിൻ ഉപയോഗിക്കുക?
എത്തിഡിയം ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യന് എന്ത് ചെയ്തു? 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ പറഞ്ഞു. ഓക്കെ, അതായത് നിങ്ങൾ നോക്കൂ, വളരെ സിമ്പിളായിട്ട് ഈ 3 മാർക്ക് കിട്ടും നമുക്ക്. ഓക്കെ, ജല ഇലക്ട്രോഫോറസിസ്, സെപ്പറേഷൻ, അതേപോലെ എത്തിഡിയം ബ്രോമൈഡ് ചെയ്താൽ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഈക്കോ R1 ഈസ് ഐസൊലേറ്റഡ് ഫ്രം എസ്കറീഷ്യ കൊളൈ RY13. ബാക്ടീരിയൻ്റെ പേരാണ് ഫുൾ പേര്. എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് ഈക്കോ R1. വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ക്ലാസ്സിലൊക്കെ. ഓക്കെ, ബയോടെക് 1 എന്താ ഈക്കോ R1ൻ്റെ നെയിമിംഗ്? അതിൽ ഇ എന്താ? എസ്കറീഷ്യൻ്റെ ഇ അല്ലേ? നമ്മൾ പഠിച്ചു ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് കോ എന്ന് പറഞ്ഞാൽ കൊളൈൻ്റെ കോയല്ലേ? ഫസ്റ്റ് 2 letters ഓഫ് സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് 2 letters ആണ്. ഓക്കെ, അടുത്തത് ആർ എന്താടാ? ആർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ അല്ലേ? അടുത്തതോ വൺ എന്താണ്? വൺ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഓക്കെ, ഓർഡർ ഓഫ് ഐസൊലേഷൻ. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം ആണ്. കോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 letters ഓഫ് സ്പീഷീസ് നെയിം ആണ്. ആർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. വൺ എന്ന് പറഞ്ഞാലോ ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചൊരു ടോപ്പിക്കാണ്. നിങ്ങൾ എഴുതി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നല്ല കുട്ടികളാണല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾ എഴുതേണ്ട കാര്യമുണ്ട്. നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് എലിസ. ക്വസ്റ്റ്യൻ. എലിസൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയില്ലേ? എലിസൻ്റെ ഫുൾ ഫോം ഒക്കെ വളരെ സംഭവമായിട്ട് നമ്മൾ പഠിച്ചൊരു സംഭവമാണ്. ഓക്കെ, എന്താണ് എലിസൻ്റെ ഫുൾ ഫോം? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. ഓക്കെ, എലിസൻ്റെ ഫുൾ ഫോം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എലിസ. വളരെ സിമ്പിൾ അല്ലേ? എന്താ എലിസൻ്റെ പ്രിൻസിപ്പിൾ? നമ്മൾ 1 മാർക്കിന് പഠിച്ചൊരു സംഭവമാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ. പറയടാ, എന്താ എലിസൻ്റെ പ്രിൻസിപ്പിൾ? എന്താ? ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ. ഓക്കെ, അടുത്തത് എലിസ ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് വിച്ച് ഡിസീസ്. ഏത് അസുഖം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലിസ ഉപയോഗിക്കുക. വളരെ സിമ്പിൾ അല്ലേ? എയ്ഡ്സ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? എലിസ ഉപയോഗിക്കാറുള്ളത്. വളരെ സിമ്പിളായിട്ടൊരു 3 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് BT ടോക്സിൻ ഇൻ അറ്റാക്കിങ് ആൻ ഇൻസെക്ട്. ഓക്കെ, ഒരു ഇൻസെക്റ്റിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ BT ടോക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമുക്കറിയാലോ, ഇതിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആൻ ഇൻസെക്ട് ingest the inactive protoxin. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇനാക്റ്റീവ് ടോക്സിൻ ഈസ് കൺവേർട്ടഡ് ടു ആക്റ്റീവ് ടോക്സിൻ due to the alkaline pH of gut of insect. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു ടോക്സിൻ ബൈൻഡ്സ് ടു ദ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ്. എപ്പിത്തീലിയത്തിൻ്റെ സെൻറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഗട്ടിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ക്രിയേറ്റ് പോർസ്. അതവിടെ എന്തുണ്ടാക്കുന്നു? ഹോൾസ് ഉണ്ടാക്കുന്നു. ക്രിയേറ്റ് പോർസ്. ഓക്കെ, ഇറ്റ് കോസസ്. അതെന്താ കോസ് ചെയ്യുക? സെൽ ലൈസിസ് ആൻഡ് സ്വെല്ലിംഗ്. ലൈസിസും സ്വെല്ലിങ്ങും ആൻഡ് ഇവൻച്വലി ഡെത്ത് ഓഫ് ഇൻസെക്റ്റ്. ഓക്കെ,
അതായത് ഒരു ഇൻസെക്ട് എന്ത് ചെയ്യുന്നു, ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിനെ വിഴുങ്ങുന്നു. ഓക്കെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ എന്തായിട്ട് മാറുന്നു, ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ആൽക്കലൈൻ പി എച്ച് ഓഫ് ഗട്ട് ഓഫ് ഇൻസെക്ട്. ഈ ഇൻസെക്റ്റിന്റെ പി എച്ച്, ഗട്ടിൽ കാണപ്പെടുന്ന ഒരു ആൽക്കലൈൻ പി എച്ച് ഉണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുക, ടോക്സിൻ പോയിട്ട് നേരെ അവിടെ ബൈൻഡ് ചെയ്യുന്നു, മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു ആൻഡ് ക്രിയേറ്റ് പോർസ്. അവിടെ എന്തുണ്ടാക്കും, ഓട്ടകൾ ഉണ്ടാക്കും. ഓക്കെ, ഇത് കോസസ്, അതെന്താ കോസ് ചെയ്യുക, സെൽ ലൈസിസ്, സെല്ലുകൾ ബ്രേക്ക് ആവാൻ തുടങ്ങും, ആൻഡ് സ്വെല്ലിങ്, സെല്ലുകൾ വീർക്കാൻ തുടങ്ങും, ആൻഡ് ഇവഞ്ച്വലി അവസാനം എന്ത് സംഭവിക്കും, ഡെത്ത് ഓഫ് ഇൻസെക്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, അതോടുകൂടി എന്തായിരുന്നു ബോട്ടണി സെക്ഷൻ നമ്മൾ തീർത്തു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ബോട്ടണി വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലോ. ഓക്കെ, നിങ്ങളങ്ങനെ തെറ്റിക്കൊന്നുമില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, മാർക്ക് കിട്ടുക. മാർക്ക് കിട്ടുന്ന ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും, ഓരോരോ എന്താ പറയുക പോയിന്റ് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത്, എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ ഉള്ളത്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പാർട്ടാണ് ബോട്ടണിയിൽ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് സുവോളജിയും കൂടി നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ മൊത്തത്തിലുള്ള ഈ ഒരു സംഭവം കഴിയും കേട്ടോ. നോക്കാം. അപ്പോൾ ഇനി നമ്മൾ സുവോളജി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കിക്കോളൂ. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓക്കെ, ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കോളൂ. ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നെയിം എ ടെസ്റ്റ് യൂസ്ഡ് ടു കൺഫേം ടൈഫോയിഡ്. ടൈഫോയിഡ് നമുക്കറിയാലോ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ബാക്ടീരിയൽ ഡിസീസാണ് എന്ത്, ടൈഫോയിഡ്. ടൈഫോയിഡ് ഉണ്ടോ അല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിൻ്റെ പേരെന്താ, എന്താണ് ടെസ്റ്റ്? ആ ടെസ്റ്റാണെന്ത്, വൈഡൽ ടെസ്റ്റ്. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ഏതാണ് ടെസ്റ്റ്? വൈഡൽ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എൻസൈം ജോയിൻസ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ലാഗിങ് സ്ട്രാൻഡ് ഇൻ DNA റെപ്ലിക്കേഷൻ? ജെനറ്റിക്സ് 2 മോളിക്കുലർ ബേസിസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. DNA റെപ്ലിക്കേഷനിൽ നമുക്കറിയാലോ 2 ടൈപ്പ് സ്ട്രാൻഡ് ഉണ്ട്, ലീഡിങ് സ്ട്രാൻഡും ഉണ്ട്, ലാഗിങ് സ്ട്രാൻഡും ഉണ്ട്. അതിൽ ലാഗിങ് സ്ട്രാൻഡിൻ്റെ ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ട്. ആ ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, 2 എൻസൈംസ് അല്ലേ DNA റെപ്ലിക്കേഷൻ ഉള്ളത്. ഒന്ന് DNA ഡിപ്പെൻഡൻറ്റ്, DNA പോളിമറേസ്. അയാളാണ് പുതിയ സ്ട്രാൻഡിനെ ഉണ്ടാക്കാൻ സഹായിക്കുക. എന്നാൽ ഈ ലാഗിങ് സ്ട്രാൻഡിൻ്റെ ഫ്രാഗ്മെൻറ്റുകളെ ഒട്ടിക്കുന്ന എൻസൈം ഏതാ? DNA ലിഗേസ് അല്ലേ. ഏതാണ് എൻസൈം? DNA ലിഗേസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ 2 ക്യാരക്ടേഴ്സ് ഓഫ് ഡ്രോസോഫില സെലക്റ്റഡ് ബൈ മോർഗൻ ഇൻ ഹിസ് ഫസ്റ്റ് ഡൈഹൈബ്രിഡ് ക്രോസ്. ശരിക്കും നോക്കണം കേട്ടോ. മോർഗൻ്റെ 1ാമത്തെ ഡൈഹൈബ്രിഡ് ക്രോസിൽ, ഓക്കെ, ഫസ്റ്റ് എന്ന് എടുത്ത് പറയുന്നുണ്ട്, 1ാമത്തെ ഡൈഹൈബ്രിഡ് ക്രോസ് ആരെ വെച്ചിട്ടാണ് മോർഗൻ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയത്? ഡ്രോസോഫിലിനെ വെച്ചിട്ട്. അതിന് മോർഗൻ ഡ്രോസോഫിലിൻ്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് എടുത്തതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാലോ മോർഗൻ 2 ക്യാരക്ടേഴ്സ് എടുത്തത്. ഒന്ന് ഐ കളറാണ്, മറ്റൊന്നോ ബോഡി കളറാണ്. ഡ്രോസോഫിലിൻ്റെ ഐ കളറും ഡ്രോസോഫിലിൻ്റെ ബോഡി കളറും. കുറേ കുട്ടികൾ കൺഫ്യൂഷൻ വരെടുത്തിട്ടോ. ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ വിചാരിക്കും ചിലപ്പോൾ, അതായത് മോർഗൻ എടുക്കാൻ ഉപയോഗിച്ച റീസൺസ് എന്താ ഡ്രോസോഫിലിന്, അതല്ല ചോദിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് എടുത്ത് ചോദിച്ചു. 2ാമത്തെ ഡൈഹൈബ്രിഡ് ക്രോസിൽ മോർഗൻ മാറ്റി. ഓക്കെ, മോർഗൻ ബോഡി കളറിന് പകരം ബോഡി കളറിന് പകരം മോർഗൻ എന്ത് ചെയ്തു? സൈസ് ഓഫ് വിങ്ങിനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡൈഹൈബ്രിഡ് ക്രോസിൽ മോർഗൻ എടുത്ത 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയും ചോദിച്ചാൽ ഒന്ന് ഐ കളറാണ്, മറ്റൊന്നോ ബോഡി കളറാണ്. ഓക്കെ അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ ഇൻ യൂകാരിയോട്സ് വാസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ബൈ. ഓക്കെ, യൂകാരിയോട്സിൽ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എക്സ്പെരിമെൻ്റ് നടത്തി പ്രൂവ് ചെയ്തത് ആരാന്നാണ് ചോദ്യം. ഓക്കെ, അതായത് നമുക്കറിയാലോ സെമി കൺസർവേറ്റീവ് മോഡൽ പ്രോകാരിയോട്സിൽ എക്സ്പെരിമെൻ്റ് നടത്തി പ്രൂവ് ചെയ്തത് മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻ്റ്. അത് പ്രോകാരിയോട്ടിൽ, അങ്ങനെ തന്നെ പഠിക്കണം, അത് പ്രോകാരിയോട്ടിലാണ്. ഓക്കെ, എന്നാൽ യൂകാരിയോട്ടിൽ ആരാണ് പ്രൂവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെയ്ലറാണ്. ടെയ്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ടെയ്ലർ ആൻഡ് ഹിസ് കൊളീഗ്സ്. ഓക്കെ, ആ എക്സ്പെരിമെൻ്റ് ആണ് ഇത് ടെയ്ലർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ടെയ്ലർ എന്ന് എഴുതിയാലും ശരി കിട്ടും, ടെയ്ലർ എക്സ്പെരിമെൻ്റ് എന്ന് എഴുതിയാലും ശരി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ടെയ്ലർ ആൻഡ് ഹിസ് കൊളീഗ്സ് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ശ്രദ്ധിക്കണേ, പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ തെറ്റി. ആരാ ചോദിക്കുന്നത്? യൂകാരിയോട്സിലാണ് ചോദ്യം. ഓക്കെ, DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് യൂകാരിയോട്ടിൽ പ്രൂവ് ചെയ്ത ആരാ? ടെയ്ലറാ. പ്രോകാരിയോട്സിലാണ് ആര്? മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. 5 നോക്കുക. ഓക്കെ, ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 14. ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. ഓക്കെ, നോക്കുക കേട്ടോ. നോക്കിക്കോളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 2 പ്രോട്ടോസോവൺ ഡിസീസസ്, ഇറ്റ്സ് കോസറ്റീവ് ഓർഗാനിസം ആൻഡ് എനി 2 സിംറ്റംസ്. 2 പ്രോട്ടോസോവൺ ഡിസീസസ് അല്ലേ ആകെ പഠിക്കാനുള്ളൂ. ഓക്കെ, 1ാമത്തെ പ്രോട്ടോസോവൺ ഡിസീസ് ആയിട്ട് ഞാൻ പറയാണ് മലേറിയ. ഓക്കെ,
ഏതാണ് മലേറിയൻ്റെ കോസറ്റീവ് ഓർഗാനിസം? നമുക്കറിയാലോ മലേറിയൻ്റെ കോസറ്റീവ് ഓർഗാനിസം ആണ് ഇത് പ്ലാസ്മോഡിയം. ഏതാണ് മക്കളെ? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം 2 ടൈപ്പ് ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സും ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്? മലേറിയൻ്റെ സിംറ്റംസ് നമുക്കറിയാലോ, ചിൽസ് ഉണ്ട്, തുള്ളി വരച്ചിട്ടുള്ള പനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഹൈ ഫീവർ, അതായത് ഒരു ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ റിലീസ് ചെയ്യും. ആ ടോക്സിൻ റിലീസ് ചെയ്യുമ്പോൾ അത്തരം ആളുകൾക്ക് ചിൽസും ഹൈ ഫീവറൊക്കെ കിട്ടും. ആ അസുഖമാണെന്ത്? മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. പിന്നെ രണ്ടാമത്തെ പ്രോട്ടോസോവൻ ഡിസീസായിട്ട് ഞാൻ പറയുന്ന വേറൊരു എക്സാമ്പിൾ, ആകെ 2 പ്രോട്ടോസോവൻ ഡിസീസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാ? അമീബിയാസിസ് ആണ്. പറയാം മക്കളെ, ഏതാണ്? അമീബിയാസിസാ. ഏതാ അമീബിയാസിസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം? ഏതാ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. പറയും മക്കളെ, അമീബിയാസിസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. പറയും മക്കളെ, അമീബിയാസിസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കാണ്. എന്തൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ? സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവാം. ഓക്കെ, സ്റ്റൊമക്കിൽ പെയിൻ ഉണ്ടാവാം. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. കോൺസ്റ്റിപ്പേഷൻ. പിന്നെ അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ്. അബ്ഡോമിനൽ പെയിനും അതേപോലെ ക്രാംസ് എന്ന് പറഞ്ഞാൽ കൊളത്തിപ്പിടുത്തം. ഓക്കെ, മസിലൊക്കെ വലിവൊക്കെ വരിക. പിന്നെ അതേപോലെ സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, എക്സസ് ആയിട്ട് മ്യൂക്കസ് സെക്രീഷനും രക്തക്കട്ടയൊക്കെയുള്ള സ്റ്റൂളുകൾ. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഫീക്കൽ മാറ്റർ, ഡൈജസ്റ്റീവ് വേസ്റ്റുകൾ. സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, ഇതാണെന്ത്? 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. നിങ്ങൾ നോക്കൂ, N15 DNA, N15 N14 DNA, ജനറേഷൻ 2 N14 N15 N14 N15 അങ്ങനെയൊക്കെ വരുന്നു. ഓക്കെ, ഹൈബ്രിഡ് DNA, ലൈറ്റ് DNA, N15 N14 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഫിഗർ കൊടുത്തിരിക്കുന്നു. നമ്മൾ നോട്ടിൽ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ആവില്ല എന്നുള്ളൂ. പക്ഷേ N15 N14 എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എക്സ്പെരിമെൻറ്റ്. വളരെ സിമ്പിൾ അല്ലേ? N15 N14 ഒക്കെ ഉപയോഗിച്ച എക്സ്പെരിമെൻറ്റ് ഏതാടാ? ആ എക്സ്പെരിമെൻ്റ് ആണ് ഇത്, മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റ്. പറയാം മക്കളെ, ഏതാ എക്സ്പെരിമെൻറ്റ്? മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റ്. പ്രോകാരിയോട്സിൽ DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻറ്റ്. അടുത്തത് ഏതാ? മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. എന്താണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ്, അതാണ് പ്രൂവ് ചെയ്തത്. ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് DNA replication is semi-conservative in nature. Semi-conservative in prokaryotes. അങ്ങനെ തന്നെ പറയണം കേട്ടോ. DNA replication prokaryotes സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തെന്ന എക്സ്പെരിമെൻ്റ് ആണ് ഇത്, ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രോകാരിയോട്ടിൽ പറയണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ DNA replication സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണെന്ന് പറഞ്ഞാലും അതെന്താക്കി എടുക്കാം? ശരിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ഉത്തരം. നോക്കാം, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൂ പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA? DNAൻ്റെ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഫ്രം ദ എക്സ്റേ ഡിഫ്രാക്ഷൻ ഐഡിയാസ് ഓഫ് മോറിസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വിൽക്കിൻസും ഫ്രാങ്ക്ലിനും എഴുതേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ചതെന്നാ? വാട്സണും ക്രിക്കുമാണ് കണ്ടുപിടിച്ചത്. നോക്കൂ, അടുത്തത്, റൈറ്റ് ദ 4 ഡിഫറെൻറ്റ് നൈട്രജൻ ബേസസ് ഇൻ എ DNA. ഓക്കെ, ഒരു DNAയിൽ കാണപ്പെടുന്ന 4 നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ടോട്ടൽ 5 നൈട്രജൻ ബേസ് ആണല്ലോ, അതിൽ 4 എണ്ണമാണ് DNAയിൽ ഉണ്ടാവുക. അഡിനിൻ, പിന്നെ തൈമിൻ, പിന്നെ ഗ്വാനിൻ, പിന്നെയോ സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇതെല്ലാം ക്വസ്റ്റിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളി. ഇൻ എ സെൽ, യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യൂക്രോമാറ്റിനും ഹെറ്ററോക്രോമാറ്റിനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ ചോദിക്കുന്നു. ഓക്കെ, ഒരു ടേബിളൊക്കെ വരയ്ക്കുക, വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ഫസ്റ്റ് കോളത്തിൽ ഞാൻ എഴുതാണ് യൂക്രോമാറ്റിൻ, പിന്നെ രണ്ടാമത്തെ കോളത്തിലോ
ഹെറ്റിറോക്രൊമാറ്റിൻ. ഓക്കെ, യൂക്രോമാറ്റിൻ എന്താ? യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ക്ഡ് അല്ലേ? ഒരു 3 പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ക്ഡ് ആണ്, എന്നാൽ ഹെറ്റിറോക്രൊമാറ്റിനോ ഡെൻസ്ലി പാക്ക്ഡ് ആണ്, കട്ടിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സ്റ്റെയിൻ വെച്ച് കഴിഞ്ഞാൽ യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് കുറച്ച് സ്റ്റെയിൻ എടുക്കുള്ളൂ, സ്റ്റെയിൻസ് ലൈറ്റ്. എന്നാൽ ഹെറ്റിറോക്രൊമാറ്റിൻ ഡെൻസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് നല്ലോണം സ്റ്റെയിൻ എടുക്കും, അഥവാ സ്റ്റെയിൻസ് ഡാർക്ക്. ഓക്കെ, യൂക്രോമാറ്റിൻ ഉള്ള സ്ഥലത്ത് മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു യൂക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവാണ്. ഓക്കെ, എന്നാൽ ഹെറ്റിറോക്രൊമാറ്റിൻ ഉള്ള സ്ഥലത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. അതുകൊണ്ട് തന്നെ ഹെറ്റിറോക്രൊമാറ്റിൻ എന്താണ്? ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവാണ്. ഹെറ്റിറോക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവാണ്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് യൂക്രോമാറ്റിനും ഹെറ്ററോക്രൊമാറ്റിനും തമ്മിലുള്ള വ്യത്യാസം. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ആർ സ്ട്രെയിൻ ആൻഡ് എസ് സ്ട്രെയിൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ യൂസ്ഡ് ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റിൽ ഗ്രിഫിത്ത് ഉപയോഗിച്ച 2 സ്ട്രെയിനുകളാണ് ഏതൊക്കെ? എസ് സ്ട്രെയിനും അതേപോലെ തന്നെ ആർ സ്ട്രെയിനും. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, എസ് സ്ട്രെയിൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഇറ്റ് പ്രൊഡ്യൂസസ്, എസ് സ്ട്രെയിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് സ്മൂത്ത് ഷൈനി കോളനീസ്. എസ് സ്ട്രെയിൻ സ്മൂത്ത് ആയിട്ടുള്ള കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം എസ് സ്ട്രെയിൻ സ്മൂത്ത് ആണ്. ഓക്കെ, എന്നാൽ ആർ സ്ട്രെയിൻ ആണെങ്കിലോ ഇറ്റ് പ്രൊഡ്യൂസസ് റഫ് കോളനീസ്. ആർ സ്ട്രെയിൻ ആണെങ്കിൽ അവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? റഫ് കോളനീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി നമുക്കറിയുന്ന കാര്യമാണ് എസ് സ്ട്രെയിനിൽ സ്മൂത്ത് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യാനൊരു റീസൺ ഉണ്ട്. ഓക്കെ, എന്താണ് റീസൺ? എസ് സ്ട്രെയിൻ സ്മൂത്ത് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഇറ്റ് ഹാസ് എ മ്യൂക്കസ് കോട്ടിങ്. അതിനൊരു മ്യൂക്കസ് കൊണ്ട് ഒരു കോട്ടിങ് ഉണ്ട്. അതുകൊണ്ടാണ് എസ് സ്ട്രെയിൻ സ്മൂത്ത് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ആർ സ്ട്രെയിന് റഫ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഇറ്റ് doesn't have a mucus coating. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എസ് സ്ട്രെയിന് വിറുലൻ്റ് ആണ് ആൻഡ് കോസ് ന്യൂമോണിയ. എസ് സ്ട്രെയിൻ വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ അപകടകാരി. നമുക്കറിയാം എസ് സ്ട്രെയിൻ കുത്തിവെച്ചാൽ എന്തുണ്ടാവും? ന്യൂമോണിയ ഉണ്ടാവും. എന്നാൽ ആർ സ്ട്രെയിൻ എന്താണ്? എ വിറുലൻ്റ് ആണ്, എ വിറുലൻ്റ് ആൻഡ് ഡസൻറ്റ് കോസ് ന്യൂമോണിയ. ആർ സ്ട്രെയിൻ എ വിറുലൻ്റ് ആണ് ആൻഡ് ഡസൻറ്റ് കോസ് ന്യൂമോണിയ. അതെന്ത് കോസ് ചെയ്യൂല? ന്യൂമോണിയ കോസ് ചെയ്യൂല. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 10ാമത്തെ ക്വസ്റ്റ്യൻ. The unequivocal proof that DNA is the genetic material was given by which experiment? ടോട്ടൽ 3 എക്സ്പെരിമെൻറ്റ്സിലാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ആയത്. നമുക്കറിയാലോ ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് ഉണ്ട്, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്, പിന്നെയോ ഹെർഷേ ചേസ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ എടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് ദ അൺഇക്വക്കൽ പ്രൂഫ്. അൺഇക്വക്കൽ എന്ന് പറഞ്ഞാൽ അൺഡൗട്ടബിളി എന്നുള്ള അർത്ഥം. ഓക്കെ, ദ അൺഇക്വക്കൽ പ്രൂഫ് ദാറ്റ് DNA is the genetic material was given by which experiment? അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഏതാണ് എക്സ്പെരിമെൻറ്റ്? ഹെർഷേ ചേസ് എക്സ്പെരിമെൻ്റ് ആണ്. പറയാം മക്കളെ, ഏത് എക്സ്പെരിമെൻറ്റാ? ഹെർഷേ ചേസ് എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ ബി പാർട്ട് ചോദിക്കുകയാണ്, നെയിം ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഓക്കെ, ജസ്റ്റ് സ്റ്റെപ്പിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി, കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതൊന്നും വേണ്ട. ജസ്റ്റ് സ്റ്റെപ്പിൻ്റെ പേര് മാത്രമേ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഈ പ്രോസസ്സിൽ മൊത്തം 3 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? ഇൻഫെക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ഏതാ? ബ്ലെൻഡിങ്. ഓക്കെ, ഏതാണ് തേർഡ് സ്റ്റെപ്പ്? തേർഡ് സ്റ്റെപ്പാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ. 3 സ്റ്റെപ്പാണ് കേട്ടോ. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? ഇൻഫെക്ഷൻ ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചൊരു സംഭവമാണ്. ഒരു ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടായിരിക്കേണ്ട 4 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണെന്ത്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ഫോർ റെപ്ലിക്കേഷൻ. അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം.
രണ്ടാമത്തത് ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ. പിന്നെ മൂന്നാമത്തത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സ്ലോ ചേഞ്ചസ് ഓർ മ്യൂട്ടേഷൻ റിക്വയർഡ് ഫോർ എവല്യൂഷൻ ആവശ്യമായിട്ടുള്ള സ്ലോ ചേഞ്ചസ് കാണിക്കണം. പിന്നെ നാലാമത്തെ പ്രോപ്പർട്ടി എന്താടാ? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡൽ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടായിരിക്കേണ്ട 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് 4 പ്രോപ്പർട്ടീസ്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ഫോർ റെപ്ലിക്കേഷൻ, അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്തതോ ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ. ഓക്കെ, അതായത് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതോ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സ്ലോ ചേഞ്ചസ്, ചെറിയ ചേഞ്ചുകൾ കാണിക്കണം. ഓർ മ്യൂട്ടേഷൻ റിക്വയർഡ് ഫോർ എവല്യൂഷൻ, അത് എവല്യൂഷന് നെസസറി ആണ്. പിന്നെ അടുത്തതോ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡൽ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിൽ അവർക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരേ പ്രാവശ്യം ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുള്ള സാധനമാണ്. എന്താണ് DNA എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീൻ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജീനുകൾ അതിൻ്റെ പ്രോട്ടീൻ ഉണ്ടാക്കുക, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടത്തിയിട്ട്. ഓക്കെ, നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ ജെനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാലോ ബ്ലഡ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ വേറൊരു ഫോം. ഓക്കെ, ഇഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ബോത്ത് ദ പാരൻസ് ആർ AB, അച്ഛൻ്റെയും അമ്മൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിൽ ദെൻ ഫൈൻഡ് ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ ബൈ ഡ്രോയിങ് എ ക്രോസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും AB ആണെന്ന് വിചാരിക്കുക. ഫാദർ ക്രോസ് മദർ. അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും ഏതന്നെയാ? AB. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന അല്ലീലുകൾ ഏതൊക്കെയാ? IA ഉണ്ട്, IB ഉണ്ട്. ഓക്കെ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഏതൊക്കെയാ? അവിടെയും എന്തൊക്കെയാ? IA ഉണ്ട്, IB ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് 4 ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിൽ കുട്ടികൾ ഉണ്ടാവാം. ഓക്കെ, ഒന്നുകിൽ അച്ഛൻ്റെയും അമ്മയുടെയും IA വരാം, IA. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് IA, അമ്മയുടെ അടുത്തുനിന്ന് IB. അപ്പോൾ എന്തേക്കാരം? IA, IB. അപ്പോൾ ഈ കുട്ടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താവാം? AB ബ്ലഡ് ഗ്രൂപ്പ് വരാം. ഓക്കെ, ഇനി അച്ഛൻ്റെ അടുത്തുനിന്ന് IB, അമ്മയുടെ അടുത്തുനിന്ന് IA, അപ്പോഴും എന്താ? IA, IB. അങ്ങനെ ഒരു കേസ് വന്നാലും കുട്ടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? AB ബ്ലഡ് ഗ്രൂപ്പ് വരാം. ഓക്കെ, പിന്നെ അച്ഛൻ്റെ അടുത്തുനിന്ന് IB, അമ്മയുടെ അടുത്തുനിന്നും IB. അപ്പോൾ കുട്ടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തേക്കാരം? IB, IB. അങ്ങനെയാണെങ്കിൽ കുട്ടിൻ്റെ ബ്ലഡ് B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ ഒന്നുകിൽ A ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഏതാവാം? B ബ്ലഡ് ഗ്രൂപ്പ് ആവാം. ഈ 3 ബ്ലഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. നോക്കാം, 13ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ഓക്കെ, ആൽഫ തലാസീമിയും ബീറ്റ തലാസീമിയും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണെന്ന് ചോദിക്കാം. നമുക്കറിയാലോ, തലാസീമിയ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ ഗ്ലോബിൻ ചെയിനുകൾ ഇല്ലാണ്ടാവുന്ന പ്രോസസ്സാണെന്ത്? തലാസീമിയ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് തലാസീമിയ ഉണ്ട് നമുക്കറിയാം. ഓക്കെ, ഏതൊക്കെ 2 ടൈപ്പ് തലാസീമിയ? ആൽഫ തലാസീമിയ ഉണ്ട്, ബീറ്റ തലാസീമിയ ഉണ്ട്. ഓക്കെ, എന്താ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ. ആൽഫ തലാസീമിയയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇതാണ്: പ്രൊഡക്ഷൻ ഓഫ് ആൽഫ ഗ്ലോബിൻ ചെയിൻ ഈസ് അഫക്റ്റഡ്. ഓക്കെ, ഒരു ഹീമോഗ്ലോബിന് 2 ടൈപ്പ് ഓഫ് ചെയിൻ ഉണ്ട്, ആൽഫ ചെയിൻ ഉണ്ട്, ബീറ്റ ചെയിൻ ഉണ്ട്. അതിൽ ആൽഫ ചെയിനിൻ്റെ പ്രൊഡക്ഷനാണ് അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആൽഫ തലാസീമിയ. അപ്പോൾ എന്തേക്കാരം ബീറ്റ തലാസീമിയൻ്റെ പ്രത്യേകത? അവിടെ പ്രൊഡക്ഷൻ ഓഫ് എന്തിനാണ് അഫക്റ്റ് ചെയ്യുക? പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈസ് അഫക്റ്റഡ്. ബീറ്റ ഗ്ലോബിൻ ചെയിനിൻ്റെ പ്രൊഡക്ഷനെയാണ് അതെന്ത് ചെയ്യുക? അഫക്റ്റ് ചെയ്യുക.
ഓക്കെ, പിന്നെ നമ്മൾ പറയാം ആൽഫ തലാസീമിനെ കൺട്രോൾ ചെയ്യാൻ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ജീൻസ്. സോറി, ആൽഫ തലാസീമിനെ കൺട്രോൾ ചെയ്യാൻ 2 ജീനുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 2 ജീന്? ഒന്നാമത്തെ ജീനാണ് മക്കളെ HbA1. ഓക്കെ, രണ്ടാമത്തെ ജീനോ HbA2. ഓക്കെ, HbA1 ഉണ്ട്, HbA2 ഉണ്ട്. ഇനി ബീറ്റാ തലാസീമിനെ കൺട്രോൾ ചെയ്യാൻ ഒറ്റ ജീനുള്ളൂ. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ. ഓക്കെ, അതേതാ ജീന്? HbB എന്ന് പറയുന്ന ഒറ്റ ജീൻ. പിന്നെ ആൽഫ തലാസീമിലെ മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ 16th പെയർ ഓഫ് ക്രോമസോം. ആൽഫ തലാസീമിൻ്റെ ജീനുകളുള്ളത് 16ാമത്തെ പെയറിലാണ്. ഓക്കെ, എന്നാൽ ബീറ്റാ തലാസീമിൻ്റെ ജീനുകളുള്ളതോ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ 11th പെയർ ഓഫ് ക്രോമസോം. 11ാമത്തെ പെയറിലാണ് എന്തുള്ളത്? ബീറ്റാ തലാസീമിൻ്റെ ജീനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ആൽഫ തലാസീമിയും ബീറ്റാ തലാസീമിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് എനി 4 റീസൺസ് സെലക്ടഡ് ബൈ മോർഗൻ ഫോർ ടേക്കിംഗ് ഡ്രോസോഫില മെലനോഗ്യാസ്റ്റർ ആസ് ഹിസ് എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. ജെനറ്റിക്സ് വണ്ണത്തെ ക്വസ്റ്റ്യനാണ്. മോർഗൻ എന്തുകൊണ്ട് ഡ്രോസോഫിലേനെ എടുത്തു? ഓക്കെ, ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. ഡ്രോസോഫിലക്ക് പെട്ടെന്ന് കുട്ടികളുണ്ടാവും. ഓക്കെ, എത്ര? 2 ആഴ്ച കൊണ്ട് ഡ്രോസോഫിലക്ക് കുട്ടികളുണ്ടാവും. ഓക്കെ, ലൈഫ് സൈക്കിൾ കുറവാണ്. പിന്നെ അടുത്തതോ, ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഓൺ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് മീഡിയത്തിൽ വെച്ചിട്ട് ഡ്രോസോഫിലിനെ വളർത്താൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഓൺ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. പിന്നെ അടുത്തത് ഡ്രോസോഫിലിൻ്റെ മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് എന്ത്? എ സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ്. ഒരൊറ്റ മീറ്റിങ്ങിൽ ഒരുപാട് പ്രോജനീസിന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നാലാമത്തതോ ഇറ്റ് ഷോസ്, അതെന്താ കാണിക്കുക? സെക്ഷൽ ഡൈമോർഫിസം കാണിക്കും. അഥവാ നമുക്കറിയാലോ എന്താ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിലിനെയും ഫീമെയിലിനെയും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാം. ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽസ്. ഓക്കെ, ഫീമെയിൽസ് മെയിൽസിനേക്കാൾ എന്താണ്? ലാർജറാണ്, വലുതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് സെക്ഷൻ ആണ്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 18. ഈച്ച് ക്യാരീസ് 3 സ്കോർ. നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറയാണ്, സം കോമൺലി ഒക്കറിങ് ഡിസീസസ് ഇൻ മാൻ ആർ ഗിവൺ ബിലോ. മലേറിയ, ഫൈലേരിയാസിസ്, ടൈഫോയിഡ്, കോമൺ കോൾഡ്, അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ അമീബിയാസിസ്. ഓക്കെ, സെലക്ട് എ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ഇറ്റ്. ഓക്കെ, ഇതിലേതാണ് ബാക്ടീരിയൽ ഡിസീസ്? നമുക്കറിയാലോ മലേറിയ മറ്റേ പ്രോട്ടോസോൺ ഡിസീസാണ്. ഫൈലേരിയാസിസ് എന്ന് പറഞ്ഞാൽ ഹെൽമിൻ്റെ ഡിസീസാണ്. ടൈഫോയിഡ് ആണ് കൂട്ടത്തിൽ എന്ത്? ബാക്ടീരിയൽ ഡിസീസ്. കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ വൈറൽ ഡിസീസാണ്. അമീബിയാസിസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോൺ ഡിസീസാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ബാക്ടീരിയൽ ഡിസീസ്? ബാക്ടീരിയൽ ഡിസീസ് ടൈഫോയിഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. റൈറ്റ് എനി 3 സിംറ്റംസ് ഓഫ് ഇറ്റ്. ടൈഫോയിഡിൻ്റെ സിംറ്റംസ് എഴുതാൻ. ഓക്കെ, നമുക്കറിയാലോ ടൈഫോയിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെ? ടൈഫോയിഡിൻ്റെ സിംറ്റംസ് സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവാം, അതേപോലെ തന്നെ എന്താ പറയുക, ഫീവർ ഉണ്ടാവാം. കോമൺ ആയിട്ട് എന്തെങ്കിലും തള്ളി വെച്ചാൽ മതി. ഓക്കെ, സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവാം, ഫീവർ ഉണ്ടാവാം. പിന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പൊക്കെ കുറയും. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതേപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഇൻഡസ്റ്റൈനൽ പെർഫൊറേഷൻ, ഇൻഡസ്റ്റൈനുകളിൽ ഓട്ടൊക്കെ വീഴും. ഓക്കെ, ഇൻഡസ്റ്റൈനൽ പെർഫൊറേഷനൊക്കെ സിവിയർ കേസസിൽ ഉണ്ടാവുന്ന സംഭവം. അങ്ങനെ കുറച്ച് എന്താ പറയുക സിംറ്റംസ് എഴുതുക. ഏതെങ്കിലുമൊക്കെ ഒരു സിംറ്റംസ് തള്ളി മറിച്ച് എഴുതിച്ചാൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങൾ തള്ളാൻ എടുക്കന്മാരായിരിക്കും, നിങ്ങൾക്കറിയാം. നോക്കിക്കോളൂ. അടുത്തത്, മെൻഷൻ എനി 2 പോസിബിൾ പ്രിവെൻറ്റീവ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഫോർ ദ സെയിം. ഈ അസുഖത്തിനെതിരെയുള്ള ഒരു പ്രിവെൻറ്റീവ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, അതായത് പ്രിവെൻറ്റീവ് മെഷർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ അസുഖം എങ്ങനെ സ്പ്രെഡ് ആവണമെന്ന് അറിയണം. നമുക്കറിയാലോ ടൈഫോയിഡ് എങ്ങനെ സ്പ്രെഡ് ആവുക? ടൈഫോയിഡ് സ്പ്രെഡ് ആവുക ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വാട്ടറിലൂടെയാണ് ടൈഫോയിഡ് എന്താവുക? സ്പ്രെഡ് ആവുക. ഓക്കെ, അപ്പോൾ
അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണം. ഓക്കെ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ആവുക. അപ്പോൾ നോക്കിക്കോളൂ അതെങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ 2 പോസിബിൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മളോട് ചോദിക്കുകയാണ്. ഓക്കെ, അതായത് വെള്ളം ഒക്കെ നന്നാക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തള്ളിച്ചാൽ മതി. ഓക്കെ, മെയിൻറ്റെയിൻ പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ, മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, മെയിൻറ്റെയിൻ പബ്ലിക് ഹൈജീൻ, അങ്ങനെയൊക്കെ എഴുതിച്ചാൽ മതി. ഓക്കെ, അതായത് ഈ മലിനജലങ്ങളും അതേപോലെ തന്നെ അത്തരം സംഭവങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിലൊക്കെ എന്ത് ചെയ്യുക, റെഡിയാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഫുഡും വാട്ടറൊക്കെ എന്ത് ചെയ്യുക, കഴിക്കുക. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് എഴുതിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. ഓക്കെ, തള്ളി മറിക്കാനുള്ള പോയിന്റ്സ് ആണ്. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ. RNA was the first genetic material and DNA was derived from RNA by chemical modifications. RNA ആയിരുന്നു അത്ര ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ. DNA ഉണ്ടായത് RNAക്ക് കെമിക്കൽ മോഡിഫിക്കേഷൻസ് നടന്നിട്ടാണെന്ന് പറയുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. റൈറ്റ് എനി 2 ഫംഗ്ഷൻസ് ഓഫ് RNA. RNAൻ്റെ ഫംഗ്ഷൻസ് നമുക്കറിയാലോ. ഇറ്റ് ആക്ട് ആസ് genetic material in സം വൈറസസ്. ചില വൈറസുകളിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത്തരം വൈറസുകളെ വിളിക്കുന്ന പേരാണെന്ത്, റെട്രോ വൈറസ്. ഓക്കെ, അടുത്തത് 2ാമത്തെ പോയിന്റ് ഞാൻ പറയാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ആക്ട് ആസ് എ മെസ്സഞ്ചർ. RNA എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു മെസ്സഞ്ചർ, മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇടനിലക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എൻസൈംസ്. RNA എൻസൈംസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അത്തരം എൻസൈമുകളെ വിളിക്കുന്ന പേരാണെന്ത്, റൈബോസൈംസ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ DNA പ്രിഡോമിനേറ്റ്സ് ഓവർ RNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. എന്തുകൊണ്ട് RNAൻ്റെ മുകളിൽ DNA നിൽക്കുന്നു ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട്? ഓക്കെ, കാരണം RNAക്ക് എന്ത് കൂടുതലാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്. നമുക്കറിയാലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു സാധനമാണ് സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടിവിറ്റി. ഒരു സാധനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടിയാൽ അതിന് എന്ത് കുറയും, റിയാക്ടിവിറ്റി കുറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഈ പറയും ചെയ്തിരിക്കുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയൽ എപ്പോഴും എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി പോയിന്റ്സ്. ഓക്കെ, നമ്മൾ പറയുകയാണ് 2' ഇൻ റൈബോസ്. 2ാമത്തെ കാർബണിലുള്ള OH ഗ്രൂപ്പ് ഈസ് ഹൈലി റിയാക്റ്റീവ്. RNAൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. RNAയിലാണ് റൈബോസ് ഉള്ളത്, DNA ഡിയോക്സി റൈബോസാണ്. ഓക്കെ, അപ്പോൾ DNAയിലുള്ള ഡിയോക്സി റൈബോസിനെ കമ്പയർ ചെയ്യുമ്പോൾ RNAക്കുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ RNAയിലെ റൈബോസിൽ 2ാമത്തെ കാർബൺ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റൈബോസ് എന്നും, എന്നാൽ DNAയിൽ ഈ ഓക്സിജൻ ഇല്ല, അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഡിയോക്സി റൈബോസ് എന്നും വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ഞാൻ പറയുകയാണ് അപ്പോൾ RNAക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ്, അപ്പോൾ അയാൾ എന്ത് കുറയും, സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, 2ാമത്തെ റീസൺ പറയാണ് യുറാസിൽ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ തൈമിൻ. യുറാസിൽ തൈമിനേക്കാൾ എന്ത് കൂടുതലാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്. ഓക്കെ, നമുക്കറിയാലോ DNA-യും RNA-യും തമ്മിലുള്ള വേറൊരു വ്യത്യാസമാണെന്ത്, DNA-യിൽ തൈമിനാണ്, RNA-യിൽ എന്താ ഉള്ളത്, യുറാസിലാണ്. അപ്പോൾ യുറാസിലിന് തൈമിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. സ്വാഭാവികമായിട്ടും RNA-ക്ക് റിയാക്ടിവിറ്റി കൂടും. റിയാക്ടിവിറ്റി കൂടിയാൽ RNA-ന് എന്ത് കുറയും, സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളാണ് ഈ പഠിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയലിൽ ഏറ്റവും നന്നായിട്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ 3ാമത്തെ റീസൺ പറയാണ് RNA ആക്ട് ആസ് ആൻ എൻസൈം. RNA ഒരു എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് കൂടുതലാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്. RNA ഒരു എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അതിന് വീണ്ടും എന്ത് കൂടും, റിയാക്ടിവിറ്റി കൂടും. ഓക്കെ, പിന്നെ എന്നാൽ DNA എൻസൈമായിട്ട് ആക്ട് ചെയ്യില്ല. 4ാമത്തെ റീസൺ പറയാണ് RNA മ്യൂട്ടേറ്റ്സ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. RNAക്ക് പെട്ടെന്ന് എന്ത് നടക്കും, മ്യൂട്ടേഷൻ നടക്കും. എന്നാൽ DNA-ക്ക് അത്ര പെട്ടെന്ന് തന്നെ മ്യൂട്ടേഷൻ നടക്കില്ല. അപ്പോൾ നമ്മളാണ് ഈ പറയും ചെയ്തിരിക്കുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ത് കാണിക്കണം, സ്ലോ ചേഞ്ചസ് ഓർ മ്യൂട്ടേഷൻ കാണിക്കണം. ഓക്കെ അല്ലേ. ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ ആവാൻ എന്തുകൊണ്ടും DNA-നേക്കാൾ നല്ലതാരാ, RNA-ആണ്. RNA-നേക്കാൾ നല്ലതാരാ, DNA-ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. മെയിൽ ഹെട്രോഗ്യാമിറ്റി ഈസ് സീൻ ഇൻ ഹ്യൂമൻസ് ആൻഡ് ഡ്രോസോഫില. ഓക്കെ, ഹ്യൂമൻസിലും ഡ്രോസോഫിലയിലും മെയിൽ ഹെട്രോഗ്യാമിറ്റിയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഈസ് മെയിൽ ഹെട്രോഗ്യാമിറ്റി. എന്താണ് മെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് പറഞ്ഞാൽ? ഓക്കെ, എന്താ മെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച്, ആ പേര് തന്നെ കിട്ടും, മെയിൽസ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ്. ഓക്കെ, കണ്ടീഷൻ ഇൻ വിച്ച്
males produce different types of gametes. ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. മെയിൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് വിളിക്കുക. നമുക്കറിയാലോ, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസ് എന്താണ്? എക്സ് ആണ് ഫീമെയിൽസിൻ്റെ സെക്സ് ക്രോമസോം. എന്നാൽ മെയിൽസിൻ്റെ സെക്സ് ക്രോമസോംസ് ഏതൊക്കെയാണ്? XY ആണ്. എന്ന് പറഞ്ഞാൽ മെയിൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മെയിൽ ഹെട്രോഗാമിറ്റി. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് സെക്സ് ഡിറ്റർമൈൻഡ് ഇൻ മാൻ? എങ്ങനെയാണ് മനുഷ്യന്മാരിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്? നമുക്കറിയാലോ, മനുഷ്യന്മാരിൽ ഏതാണ് സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്ക്? XX XY ഡിറ്റർമിനേഷൻ അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ക്രോസ് വരച്ച് വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, ഞാൻ ഇവിടെ ഇതാണ് മെയിൽ ക്രോസ് ഫീമെയിൽ. ഓക്കെ, മെയിലിൽ XX ആണ്, എന്നാൽ ഫീമെയിൽ സോറി നോക്കാം, മെയിലിൽ XY ആണ്, എന്നാൽ ഫീമെയിലോ XX ആണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? മെയിൽസിൽ ഒരു X ക്രോമസോം ഉണ്ട്, ഒരു Y ക്രോമസോം ഉണ്ട്. ഓക്കെ, എന്നാൽ ഫീമെയിലിൽ എന്ത് മാത്രമേ ഉള്ളൂ? X ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എക്സും കൂടി ചേർന്നാൽ അതെന്തായിട്ട് മാറും? XX ആയിട്ട് മാറും. അതെന്തായിരിക്കും? ആ കുട്ടി ഫീമെയിൽ ആയിരിക്കും. ഇനി ഈ വൈയും ഈ എക്സും കൂടി ചേർന്നാൽ അതെന്തായിട്ട് മാറും? XY ആയിട്ട് മാറും. ആ കുട്ടി എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ സെക്സ് എന്ത് ചെയ്യണത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ സ്പേം ഓർ എഗ് റെസ്പോൺസിബിൾ ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ചിക്സ്? എക്സ്പ്ലെയിൻ. ഈ ചിക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടി. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദ്യം ചോദിക്കുന്നത്. നോക്കിക്കോളൂ. അതായത് ഈ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ബേർഡ് അല്ലേ? ഓക്കെ, ബേർഡ്സിൽ ഏതാണ് സെക്സ് ഡിറ്റർമിനേഷൻ? ZW ഡിറ്റർമിനേഷൻ അല്ലേ? ഓക്കെ, ബേർഡ്സിൽ സെക്സ് ഡിറ്റർമിനേഷൻ ഏതാ? ZW ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, അതിലെ മെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ZZ ആണ്. എന്നാൽ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ZW ആണ്. മെയിൽസ് ZZ ആണ്, ഫീമെയിൽസ് എന്താണ്? ZW ആണ്. അപ്പോൾ നമ്മൾ അവരുടെ സെക്സ് ഡിറ്റർമിനേഷൻ പറയാൻ പോവാം. നോക്കിക്കോളൂ. മെയില് ക്രോസ് ഫീമെയിൽ. ഓക്കെ, എന്താണ്? മെയിൽ ZZ ആണ്, ഫീമെയിൽ എന്താ? ZW ആണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? ഓക്കെ, മെയിലാണെങ്കിൽ Z ഗമീറ്റ് മാത്രം, എന്നാൽ ഫീമെയിലാണെങ്കിലോ Zഉം Wയും. ഈ സെഡും ഫ്യൂസ് ചെയ്താൽ ZZ ഉണ്ടാവും. ആ ZZ എന്താ? മെയിൽ കുട്ടിയാണ്, മെയിൽ ചിക്കാണ്. എന്നാൽ ഇവിടുന്ന് സെഡും ഇവിടുന്ന് W ആണെങ്കിൽ അതെന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്ക് ഹെട്രോഗാമിറ്റി കാണിക്കുന്നത് ഫീമെയിൽ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താ ഈ സ്പേം ഓർ എഗ് റെസ്പോൺസിബിൾ ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ അമ്മയല്ലേ ശരിക്ക് കുട്ടീൻ്റെ സെക്സ് തീരുമാനിക്കുക? ഓക്കെ, മറ്റേ നമ്മളെ കേസിലും ഡ്രോസോഫിലിൻ്റെ കേസിലൊക്കെ അച്ഛനാണ് തീരുമാനിക്കുക, എന്നാൽ ഇവിടെ ആരാ തീരുമാനിക്കുക? അമ്മയാണ് തീരുമാനിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് സ്പേം ആണോ എഗ് ആണോ റെസ്പോൺസിബിൾ എന്നാണ് ചോദ്യം. ഓഫ് കോഴ്സ് ഫീമെയിൽ ആണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? എഗ് അല്ലേ സെക്സ് ഡിറ്റർമിനേഷൻ സഹായിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത് ആ കേസ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. ലാസ്റ്റ് വൺ, 18ാമത്തെ ക്വസ്റ്റ്യൻ. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ R ആൻഡ് വൈറ്റ് ഫ്ലവർ r bearing plants of snapdragon produced all plants with pink flowers. ഓക്കെ, എന്ന് പറഞ്ഞാൽ റെഡും വൈറ്റും ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? പിങ്ക് കിട്ടി. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ജനറ്റിക് ഫിനോമിനൺ ഓഫ് ദിസ് ക്രോസ്. നമുക്കറിയാലോ, റെഡും അതേപോലെ വൈറ്റും ക്രോസ് ചെയ്യുമ്പോൾ പിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ജനറ്റിക് ഫിനോമിനൺ അല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് വിളിക്കും. നമുക്കറിയണ ഒരു സംഭവമാണ്. എന്താണ് അതിനെ വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തതോ, ഇല്ലസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദിസ് ക്രോസ് യൂസിങ് പന്നറ്റ് സ്ക്വയർ. ഈ ക്രോസിൻ്റെ F2 ജനറേഷൻ കാണിക്കാൻ പന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട്. F2 കാണിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം F1 കാണിക്കണ്ടേ? നോക്കാം, നമ്മൾ F1 കാണിച്ചില്ലെങ്കിലും പ്രശ്നമല്ല, F2 മാത്രം എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് തുടക്കം മുതൽ കാണിക്കുകയാണ്. റെഡും വൈറ്റും ക്രോസ് ചെയ്യുക. റെഡിന് R എന്ന് പറയും, വൈറ്റ് ആണെങ്കിലോ സ്മോൾ r എന്ന് പറയും. അവിടുന്ന് എങ്ങനെയാണ് ഗമീറ്റ് ഉണ്ടാക്കുക? ഇവിടെ R മാത്രം, എന്നാൽ ഇവിടെയോ സ്മോൾ r മാത്രം. ഇതും ഫ്യൂസ് ചെയ്താൽ എന്തായിരിക്കും? R സ്മോൾ r ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? പിങ്ക് കളർ. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? F1 ജനറേഷൻ എന്ന് വിളിക്കുക. ഇനി നമുക്കറിയാലോ F2 എന്താ ചെയ്യുക? F1 കിട്ടിയ ക്രോസിനെ സെൽഫ് പോളിനേഷൻ നടത്തുന്നു, അഥവാ R സ്മോൾ r ക്രോസ് R സ്മോൾ r. ഓക്കെ, ഇതല്ലേ? ഇത് നമ്മൾ പന്നറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കിക്കോളൂ. ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് ഗമീറ്റ് ഉണ്ടാവുക? ഇവിടുന്ന് ഗമീറ്റ് ഉണ്ടാവുന്ന പ്രോസസ്സ് കാണിക്കുകയാണ്. ഇവിടുന്ന് R ഗമീറ്റ് ഉണ്ടാവും, സ്മോൾ r ഗമീറ്റ് ഉണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ അല്ലേ? R ഗമീറ്റ് ഉണ്ടാവും, സ്മോൾ r ഗമീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് R എഴുതി, ഇവിടെ സ്മോൾ r എഴുതി. ഇവിടുന്ന് R എഴുതി, ഇവിടെ എന്ത് എഴുതി? സ്മോൾ r എഴുതി.
അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ വരും, അതെന്തായിരിക്കും? റെഡ് ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താടാ? പിങ്ക് അല്ലേ? ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും, അത് വീണ്ടും എന്താണ്? പിങ്ക് ആണ്. ഇവിടെ സ്മോൾ ആർ വരും, അതെന്താ? വൈറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ഇതിൻ്റെ F2 ജനറേഷൻ്റെ ക്രോസ്. ഇവിടുന്നാണ് നമ്മൾ എന്ത് കാണുക? ഇവിടുന്നാണ് ഇതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ. അത് ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളൂ, നിങ്ങളിതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ക്രോസ് പന്നറ്റ് സ്ക്വയർ വെച്ചിട്ട് തന്നെ വരക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിക്കേണ്ടത്, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫീനോട്ടിപ്പിക് റേഷ്യോ നമുക്കറിയാലോ, ഒരു റെഡ്, 2 പിങ്ക്, ഒരു വൈറ്റ് എന്ന് പറഞ്ഞാൽ 1:2:1 ആണ് എന്ത്? ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇനി ഇതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ക്യാപിറ്റൽ ആർ ഒന്നുള്ളൂ, എന്നാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 2 ഉണ്ട്, സ്മോൾ ആറോ ഒന്നുള്ളൂ. ജീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും? 1:2:1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫിൻ ടെസ്റ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വരുമ്പോൾ ചോദിക്കുക. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സാംസിനെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.